മീഡിയ വൺ തീപ്പാറ മണ്ഡലം ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ നേമത്താണ്. അവിടുത്തെ LDF സ്ഥാനാർത്ഥി മന്ത്രി വി ശിവൻകുട്ടിയാണ് മുഹമ്മദ് നൌഫലിനും ദിവ്യയ്ക്കും ഒപ്പമുള്ളത്. ഇതോടെ ഇന്നത്തെ ന്യൂസ് മോർണിംഗ് പൂർണ്ണമാവുകയാണ്. തെരഞ്ഞെടുപ്പടക്കം പശ്ചിമേഷ്യൻ യുദ്ധമടക്കം വാർത്തകളുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശേഷം 0 ഓവറിൽ പ്രമോദന മൽവൻ. മണ്ഡലം ഇതാ തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ അതിശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് നേമമാണ്. യാതൊരു സംശയവുമില്ല. അതെ, ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ് ഇത്തവണ LDF-നായി ഇറങ്ങുന്നത്. ശിവൻകുട്ടിയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നാണ് അദ്ദേഹത്തിന്റെ മന്ത്രിമന്ദിരത്തിൽ നിന്ന് അദ്ദേഹം പറയാൻ പോകുന്നത്. യെസ്, നേമം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി ഇത്തവണ നേരിടുമ്പോൾ, അതായത് BJP രാജ്യം മുഴുവൻ BJPയുടെ സംവിധാനങ്ങൾ നിയമത്തേക്ക് കേന്ദ്രീകരിക്കുകയാണ്. പ്രധാനമന്ത്രി വരുന്നു, BJPയുടെ എല്ലാ സംവിധാനങ്ങളും നിയമത്തെ കേന്ദ്രീകരിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസും രേവന്ത് റെഡ്ഡി വരുന്നു. അങ്ങനെ അവരും അവരുടേതായ ശ്രമങ്ങൾ നടത്തുന്നു. നിയമം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. എവിടെ നിൽക്കും നമ്മൾ? നിയമത്തിൻ്റെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം നോക്കിയാൽ LDF തന്നെ വിജയിക്കുമെന്ന് ഉറപ്പാണ്. ആദ്യം നിയമമണ്ഡലം പുതുതായി രൂപീകരിച്ചതിന് ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രിയായിരിക്കുകയും പൊതുവിൽ എല്ലാവർക്കും ഒരു സമ്മതനായിട്ടുള്ള O രാജഗോപാൽ സാറാണ് മത്സരിക്കുന്നത്. സാറന്ന് പരാജയപ്പെട്ടു, ഞാൻ ജയിച്ചു. രണ്ടാമത് നടന്ന തെരഞ്ഞെടുപ്പിൽ ആണ് നിയമസഭയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് BJP. അത് രാജഗോപാൽ സാറാണ് ജയിച്ചത്. അന്ന് ഞാൻ തോക്കുമ്പോൾ ജയിച്ചതിനേക്കാൾ 5000 വോട്ട് കൂടുതലാണ്. അതായത് തോക്കുമ്പോൾ എനിക്ക് 59,000 വോട്ടുണ്ട്. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും ഒടുവിൽ, അപ്പോൾ ഈ നേരത്തെ നടന്ന 2 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വോട്ട് കച്ചവടം നടത്തിയിരുന്നു. വികസന മുരടിപ്പ് തടയാൻ വേണ്ടി BJPയെ കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യമായത്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങേപ്പോലുള്ള ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പച്ചക്കള്ളം പറഞ്ഞ് അങ്ങേക്കൊണ്ട് പലതും പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇത് പ്രയോജനപ്പെടും. എന്ന് മാത്രമല്ല, കേരളത്തെ തരേണ്ട കാശിനെ സംബന്ധിച്ചുള്ള ഞാൻ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞത് ഏതാണ്ട് 1500 കോടിയോളം വരുന്ന രൂപ കുട്ടികളുടെ അന്നം മുടക്കിയതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി. കേരളത്തിലെ 47 ലക്ഷം വീടുകളിലും അങ്ങേ സംബന്ധിച്ചിടത്തോളം വളരെ ഈ കാര്യത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള അസംതൃപ്തി നിലനിൽക്കുകയാണെന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാക്കണം. ശരിക്കും ഇത്തവണ UDF-ഉം LDF-ഉം തമ്മിലാണോ മത്സരം, അതോ LDF-ഉം BJP-യും തമ്മിലാണോ ശരിക്കും മത്സരം? അത് UDF തമ്മിലാണോ എന്നുള്ള മത്സരം അബദ്ധം, മണ്ടത്തരം ചോദ്യമാണ്. LDF-ഉം BJP-യും തമ്മിൽ തന്നെയാണ് മത്സരം. കാരണം മുരളീധരൻ പിടിച്ചതിനേക്കാൾ വോട്ടൊന്നും കൂടുതൽ ശബരിനാഥ് പിടിക്കാൻ വേണ്ടി. ശബരിനാഥൻ യുവമുഖമാണ്, കോൺഗ്രസിന്റെ എടുത്തുകാട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ടേക്കായിട്ട് കൊണ്ടുവന്നതും കൂടിയാണല്ലോ. അതൊന്നും വോട്ടേഴ്സിനിടയിലൊന്നും സ്വാധീനം ചെലുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എനിക്ക് കഴിഞ്ഞ 15 വർഷക്കാലം ആ മണ്ഡലത്തിലെ മുക്കിലും മൂലയിലുമുള്ള ജനങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. പക്ഷെ നോക്കൂ മിനിസ്റ്റർ, ഇപ്പോൾ മാധ്യമങ്ങളുടെ സർവേ ഫലങ്ങളൊക്കെ വരുന്നുണ്ട്. നേമത്തെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന പ്രവചനമാണ് ഒട്ടുമിക്ക സർവേ ഫലങ്ങളിലും ഉള്ളത്. അതെല്ലാം സർവേ ഫലങ്ങൾ അങ്ങനെ വന്നോട്ടെ. സർവേ ഫലങ്ങൾ ചിലത് ഈ ആരോ പറയുന്ന പോലെ ചിലത് ജയിച്ച് ശരിയാണെന്ന് തോന്നും, യഥാർത്ഥ റിസൾട്ട് വരുമ്പം അത് തെറ്റായിപ്പോയി എന്നുള്ള നിലയിൽ തോന്നും. അതിലൊന്നും ഒരു ആശങ്കയില്ല. ഈ കോൺഗ്രസ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം CPM BJP ഡീലിനെ കുറിച്ചാണ്. അങ്ങനെ എന്തെങ്കിലും ഡീല് നിയമത്ത് ആരെങ്കിലും നടത്തുന്നുണ്ടോ? അതൊക്കെ അബദ്ധ ചോദ്യങ്ങളും യഥാർത്ഥ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒളിച്ചോടലാണ്. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എന്താ? ഒരു സിറ്റിംഗ് ആയിട്ടുള്ള മുന്നണിയാണ് മത്സരിക്കുന്നത്, മത്സര രംഗത്ത് ഉണ്ടല്ലോ. 10 വർഷക്കാലമായി മത്സര രംഗത്തുണ്ട്. ചർച്ച ചെയ്യേണ്ട എന്ത് വിഷയമാണ്? 10 വർഷക്കാലത്തെ വികസനം കേരളത്തിൽ നടന്നോ നടന്നില്ലയോ? പ്രകടനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തോ ചെയ്തില്ലയോ? ഈ മന്ത്രിമാർ അഴിമതിക്കാരാണോ? അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ?
ഇവിടെ 10 വർഷത്തിനിടയിൽ ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ലല്ലോ. അപ്പോഴും പൊളിറ്റിക്സ് ചർച്ച ചെയ്യുമല്ലോ. അപ്പം വിദ്യാഭ്യാസ വകുപ്പിനെതിരെ താങ്കൾക്കെതിരെ UDF ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം PM ശ്രീ പദ്ധതിയിൽ ആരോടും ചോദിക്കാതെ ഒപ്പിട്ടു എന്നുള്ളതാണ്. അതെല്ലാം ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് അതൊന്നും ഒരു ചർച്ചാ വിഷയമേ അല്ല. PM ശ്രീ പദ്ധതി ഞാൻ പിന്നെ ഒപ്പിട്ടിട്ട് നടപ്പിലാക്കിയില്ലല്ലോ. ഇപ്പോഴും ഞാൻ പറയുന്നത്, കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടേണ്ട കാശ് കേന്ദ്ര ഗവൺമെൻറ് കുത്തകയൊന്നുമല്ല, BJPയുടെയും കുത്തകയൊന്നുമില്ല. അത് ഏത് ബുദ്ധി തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയെടുക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ട് ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഇന്ത്യയിലെ വിദ്യാഭ്യാസ മന്ത്രി ആര്? അതായത് PM ശ്രീ നമുക്ക് വേണ്ട എന്ന് തന്നെയാണ് തീരുമാനം. വേണ്ടാന്ന് തന്നെയാണ് തീരുമാനം. അതിനകത്ത് ഒരു തർക്കവുമില്ല. PM ശ്രീ വേണ്ട അതിൻ്റെ ആവശ്യമില്ല. PM ശ്രീ പറഞ്ഞിരിക്കുന്ന മതിൽ കെട്ടാനും കക്കൂസ് കെട്ടാനും ഇവിടെ നമുക്ക് അതിൻ്റെ പണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ എന്നിട്ട് അതിൽ ഒപ്പുവയ്ക്കേണ്ടി വന്നു. എന്നിട്ടോ പണമൊട്ട് കിട്ടിയില്ല, വിവാദങ്ങൾ മാത്രം ബാക്കിയായി പോയില്ലേ മിനിസ്റ്റർ? അല്ല, വിവാദം ആയതിൽ ഒരു പ്രശ്നവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പത്രക്കാർക്ക് അതൊരു വിവാദമാണ്. കാരണം അവർക്ക് നിലനിർത്തിക്കൊണ്ട് പോകണമല്ലോ, മുന്നണി തമ്മിലുള്ള തർക്കം നിലനിർത്തിക്കൊണ്ട് പോകണമല്ലോ. രാഷ്ട്രീയത്തിൽ പല ഘട്ടങ്ങളിലും പല തീരുമാനങ്ങളും അടവോരമായി എടുക്കേണ്ടി വരും. നേമത്ത് STPയുടെ വോട്ട് താങ്കൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അങ്ങനെ STP എന്നും കോൺഗ്രസ് BJP എന്നൊന്നും എഴുതിയിട്ടില്ലല്ലോ. വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു എല്ലാവരുടെയും പേരും വീട്ടുപേരും ഒക്കെ എഴുതിയിട്ടില്ല. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരെ എല്ലാവരും വോട്ട് ഞാൻ വാങ്ങും. സംഘടനാ തലത്തിൽ അങ്ങനെ ഒരു ആവശ്യം അങ്ങനെ ഇല്ലല്ലോ. നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ നിയമങ്ങളിലോ എൻ്റെ കാര്യങ്ങളിലൊന്നും വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയല്ലേ വോട്ട് ചെയ്യുന്നത്. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും CPM സാധാരണ വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കാറുണ്ട്. എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം. എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, എന്തായാലും കടുത്ത പോരാട്ടം നടക്കുന്നത്. ഇത്തവണ ഭൂരിപക്ഷം എത്ര വരെ എത്തും എന്നാണ് പ്രതീക്ഷ? അതൊന്നും പ്രവചിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. പക്ഷേ ഞങ്ങളൊരു കാര്യം അന്ന് ലാസ്റ്റ് ക്യാബിനറ്റ് കൂടിയെന്ന് ഞങ്ങൾ പറഞ്ഞു. 110 സീറ്റ് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് നേമത്തെ ഭൂരിപക്ഷം അതൊന്നും ഞാൻ പ്രവചിക്കാൻ വേണ്ടി തയ്യാറായില്ല. അങ്ങനെ നമുക്ക് പ്രവചിക്കാൻ പറ്റുമോ? എന്തായാലും മിനിസ്റ്റർക്ക് കുട്ടികൾക്കിടയിൽ വല്ലാത്തൊരു സ്വീകാര്യതയുണ്ട്. പൂക്കി മാമൻ അല്ലെ, പൂക്കി മുത്തശ്ശൻ, മന്ത്രി മുത്തശ്ശൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓമന പേരുകളൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. കുട്ടികളെ വല്ലാതെ ഇഷ്ടമായതുകൊണ്ടാണോ? ആ വിളി കേൾക്കുമ്പോൾ എത്രത്തോളം സന്തോഷമൊക്കെ നൽകുന്നുണ്ട്? ഞാൻ ആരെയും അങ്ങോട്ട് വിളിപ്പിക്കുന്നില്ല. കുട്ടികളിങ്ങനെ വിളിക്കുകയാണ്. അത് അവരുടെ അനുഭവത്തിൽ നിന്നോ അവർക്കുണ്ടാവുന്ന പ്രത്യേക എന്താ പറയുക സ്നേഹത്തിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റത്തിൽ നിന്നോ ഒക്കെ അവർക്ക് സ്വയമേ ഉണ്ടാവുന്ന കാര്യമാണ്. അതിനിടെ UPയിൽ നിന്നൊരു പെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതിൽ വോട്ട് മറിക്കാനുള്ള ശ്രമമാണ് എന്നാണോ? BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തും ചെയ്യുന്നുള്ള തെളിവല്ലേ നിങ്ങൾക്ക്? മീഡിയ ഉണ്ണുകാർക്ക് കുറച്ച് കൂടുതൽ അനുഭവം ഉണ്ടല്ലോ. എന്തും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് BJP. ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങുന്ന പാർട്ടിയാണ് BJP. ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ്സുകാരുടെ മുഴുവൻ ആൾക്കാർ ജയിച്ചു വന്നപ്പോൾ മുഴുവനോടെ വിലയ്ക്ക് വാങ്ങി മുഖ്യമന്ത്രി അടക്കം അവർ തീരുമാനിച്ച പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അപ്പോൾ അവര് എന്തും ചെയ്യും. ഇപ്പോൾ പെട്ടി നിയമത്തെത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതല്ലേ? നിയമത്തെത്തുന്ന പെട്ടിയുടെ കാര്യം മാത്രമല്ല, ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഭരണഘടന ഇത്തരത്തോളം വെല്ലുവിളിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തുള്ള അടിച്ചമർത്തൽ നടത്തിയിട്ടുള്ള പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് എത്രയോ പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം മതേതരത്വത്തിന് വേണ്ടി നിന്നിട്ടുള്ള പ്രധാനമന്ത്രിമാരാണ്. ഇന്ത്യ രാജ്യത്ത് ഹിന്ദു സമൂഹവും മുസ്ലിം സമൂഹവും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പൊതുവിൽ അംഗീകരിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ എന്താ സ്ഥിതിവിശേഷം? സ്ഥിതിവിശേഷം ഏതെല്ലാം നിയമം കൊണ്ടുവന്ന് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ കഴിയുമോ അടിച്ചമർത്തണം എന്നുള്ള നിലയിലാണ്. പരസ്യമായിട്ട് പറയല്ലേ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോകാൻ വേണ്ടി. അങ്ങനെ ഒരു കാലഘട്ടം രാജ്യത്തുണ്ടായിട്ടുണ്ടോ? അതിനെയൊക്കെ ഇപ്പോഴും ചെറുത്തുകൊണ്ടിരിക്കുകയാണ്, ചെറുക്കുകയും ചെയ്യും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വർഗീയതയെ ശക്തമായി ചെറുത്ത് ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. ആ ചെറുത്തുനിൽപ്പ് നേമത്ത് ഇത്തവണ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും ഇത്തവണ നമുക്ക് നേമത്ത് വീണ്ടും കാണാം. കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ ഓപ്പൺ ചെയ്ത അക്കൗണ്ട് പൂട്ടി ഇപ്രാവശ്യം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ട് പോയിരിക്കുന്നത് ഡബിൾ പൂട്ടുമെന്നുള്ളതാണ്.
നമുക്ക് നോക്കാം. കേസ് എന്തായാലും ജയിക്കുമോ ഇല്ലേ എന്ന ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ലെന്നാണ് മന്ത്രി പറയുന്നത്. ജയം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേമത്ത് ഇരട്ടത്താഴിട്ട് പൂട്ടുമെന്നാണ് മുഖ്യമന്ത്രിയെ പോലെ പ്രഖ്യാപിച്ചിരിക്കുന്നത്.